ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. ആഹാ, ഇപ്പൊ വണ്ടി മൈലേജ് എടുത്തു തുടങ്ങിട്ടാ. വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെ പറ്റേ. അപ്പൊ എന്താ സ്റ്റൗ ഒന്നും കത്തിച്ചില്ല, അതാണ്. അതുകൂടി ഒന്ന് കറക്റ്റായാൽ ശരിയായി. ചിലതൊക്കെ മറന്നു പോകും. അപ്പഴേ ഇന്ന് ഏതാണ്ട് കുറച്ച് പച്ചക്കറികൾ ഇട്ടിട്ടൊരു നാളികേരം ഇടാത്തൊരു സാമ്പാറല്ല, ഒരു ഒഴിച്ചുകറി എന്തോ ഒന്ന്. പക്ഷെ നാളികേരം കൂട്ടില്ല എന്നാണ്. മല്ലിയും മുളകൊക്കെ വറുത്തിട്ട് പച്ചക്ക് മല്ലിമുളകൊന്നും വറുക്കാണ്ട്. അപ്പൊ അതില് ഞാൻ ഇപ്പൊ ഇതിലെടുത്തിരിക്കുന്നത് എന്താ പറയാ, ക്യാരറ്റ്, ഉരുളങ്കിഴങ്ങ്, ഇടിച്ചക്ക, വഴുതനങ്ങ, പിന്നെ ഒരു കഷ്ണം പാവയ്ക്ക്. പിന്നെ അതിന് വേണ്ടത് മല്ലിയില, കറിവേപ്പില, തക്കാളി, പച്ചമുളക്, സവോള, പുളി, പിന്നെ മുളക് എന്തിന്റെ, പിന്നെ പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒരേ ഒരു സാധനം അല്ലേ ഉള്ളൂ, നാളികേരം. ശരിക്കും മറക്കണ്ട. നാളികേരം ഇല്ലാണ്ടല്ല, ഇത് വേണ്ട. ഏഷ്യാനെറ്റ് അങ്ങനെ ഇതിന് നാളികേരം വേണ്ടാന്ന് അങ്ങനെ പറയുന്നു. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ ഇതെന്തറിയോ, കുറച്ച് വെള്ളം പോലെ അങ്ങനെ കുറുന്നനെല്ലാം കറിയൊന്നുമല്ല. അപ്പൊ ഇത് മല്ലി, മുളകും, ചെറിയ ഉള്ളി, ഒരു അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, മല്ലി, മുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, മഞ്ഞൾ, ഇത്രയും കൂട്ടി അരച്ചതാണ്. വറുത്തിട്ടില്ല കേട്ടോ, പച്ചക്ക്. മല്ലിയും പച്ചക്കന്നെ കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഈ പച്ചക്കറി ഞാൻ വറുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ വിശ്വസിച്ചല്ലോ. പിന്നെ 2-3 പ്രാവശ്യം പറയണം. തക്കാളി ഇട്ട് കൊടുത്തു, പച്ചമുളകും സവോളയും ഇട്ടു, അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് വെള്ളം ഒഴിച്ചു. വേവാനുള്ള വെള്ളമാണ് കേട്ടോ. വെള്ളത്തിനോടാണ് പറഞ്ഞത്. വെള്ളത്തിനോട് തന്നെ വേണം. അപ്പൊ ഏത് കഷ്ണം വേണമെങ്കിലും ഇടാം. ഇപ്പൊ എൻ്റെ അടുത്ത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, എല്ലാം കഴിഞ്ഞു പച്ചക്കറി. അപ്പൊ എന്ത് ചെയ്തു, എന്നാ പിന്നെ എല്ലാം കുറേശ്ശെ ഉണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വെക്കാന്ന് പറഞ്ഞിട്ട് ഉപ്പ് ഇട്ടു കേട്ടോ. അതായത് എല്ലാ പച്ചക്കറി കുറേശ്ശെ ഇരിക്കുക. അപ്പൊ എന്തായാലും ഒരു കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അത്ര ഇതൊന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ. ഈ മുളകിൽ ഞാൻ മഞ്ഞൾ ഇട്ടതുകൊണ്ട് പിന്നെ ഞാൻ അതിൽ മഞ്ഞൾ ഇടണ്ടാ വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഞാനൊരു കഥ പറയാം. ദയവ് പറയൂ. കഥ കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ്. അല്ല, ഞാൻ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ നിൽക്കണം. അപ്പൊ എന്തായാലും നമ്മളൊക്കെ ഏത് ഞാനോ അമ്മയൊക്കെയോ എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും എല്ലാവരും കൂടെ അല്ലേ നമ്മളാവുക. അതെ. അപ്പൊ ജീവനോടെ ഉള്ളവരെ ഇപ്പൊ എന്നെ കൊണ്ടോ നിന്നെ കൊണ്ടോ മറ്റൊരാളെ കൊണ്ടോ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഇല്ലാതിരിക്കില്ല. അത് എത്ര നല്ലവരായാലും പൊട്ടയായാലും അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ഉണ്ടാവും. അപ്പൊ നമ്മളെ അവർ ജീവിച്ചിരിക്കുന്ന കാലം വരെ നമ്മളെ പലരും ഓർക്കും. ഒരാളെങ്കിലും ഓർക്കാണ്ടിരിക്കില്ല. അയ്യോ ചേച്ചി എന്ന് പറയും, അല്ലെങ്കിൽ രഞ്ജു എന്ന് പറയും, അല്ലെങ്കിൽ ആരുടെങ്കിലും. ഇങ്ങനെയൊക്കെ പേടിപ്പിക്കേണ്ട നമ്മളുടെ കാര്യം പറയും. പക്ഷേ നമ്മൾ ഇല്ലാണ്ടാവില്ലേ ആ സമയത്ത് ഒരാളെങ്കിലും നമ്മളെ അയ്യോ എന്ന് പറഞ്ഞിട്ടൊന്നും ഓർക്കില്ലേ, നമ്മളെ നന്മയെ കുറിച്ച് ഓർക്കില്ലേ. അതിനാണ് ശരിക്കും പറഞ്ഞാൽ പുണ്യം ചെയ്യേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ പല ഉപകാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും ഓർക്കും. അതല്ല, മരിച്ചതിന് ശേഷം നമ്മളെ ഓർക്കണം അവർ എന്ന് പറഞ്ഞാൽ. അപ്പം മരിച്ചു അപ്പം തന്നെ അയ്യോ പാവം നല്ല മനുഷ്യനാണെന്ന് അങ്ങനെയല്ല. അവര് ജീവിച്ചിരിക്കുന്ന കാലം വരെ അവരുടെ മനസ്സിൽ നമ്മളുണ്ടാവും. അത് ശരിയാണ്. കാരണം പറയാ, നമ്മള് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടെങ്കിൽ പലരും നമ്മുടെ ചുറ്റുണ്ടാവും. പക്ഷെ മരിച്ചതിന് ശേഷം നമ്മൾ ഓർമ്മിക്കപ്പെടുക എന്നുള്ളത് ഭാഗ്യം ചെയ്തവർക്ക് മാത്രം കിട്ടുന്നത് പുണ്യമാണ്. സത്യമാണ്. കാരണം ഒരാളെങ്കിലും വിഷമിക്കണം, അല്ലെങ്കിൽ 10 പേരെയും ചിന്തിക്കണം, അയ്യോ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, ആളില്ലാണ്ടായതൊരു നഷ്ടമായി പോയത്. ആ നഷ്ടബോധം ആർക്കെങ്കിലും തോന്നിയാൽ അന്നാണ് നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മുടെ സിഗ്നേച്ചർ ഇവിടെ പതിച്ചു. ഇനി സിഗ്നേച്ചർ ചെയ്യാറില്ലെങ്കിൽ ഞങ്ങളുടെ കൈ എന്താ പറയുക, വിരലടയാളെങ്കിലും പതിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ നടന്ന പാതകൾ നമ്മുടെ ഫുഡ് പ്രിൻറ്റ്സ് എവിടെ വിട്ടുപോയിട്ടുണ്ട്, അങ്ങനെ ഒരു ചിന്തയെങ്കിലും നമ്മൾ ഉണ്ടാക്കി വരുത്തിയാലാണ് നമ്മുടെയൊക്കെ ജീവിതമാവണത് എന്നായിരിക്കും അമ്മ ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് നമ്മുടെ കുറച്ച് നന്മയൊക്കെ വേണം. സത്യസന്ധമായ മാർഗം, സത്യസന്ധമായ ജീവിതം, നിർമ്മലമായ സ്നേഹം. അത് നമ്മൾ ആരെ സ്നേഹിക്കുകയാണെങ്കിലും അത് സത്യസന്ധമായിട്ടോ, അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലോ അതിലൊരു സത്യസന്ധത, അതുപോലെ നമ്മൾ എന്തേ ചെയ്യുകയാണെങ്കിലും ഒരു നിർമ്മലമായ മനസ്സ്. നമുക്കൊരാളെ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ആ ഇഷ്ടം ഇല്ല എന്നുള്ളത് തന്നെ പ്രകടിപ്പിക്കണം. പക്ഷെ എനിക്ക് നമ്മുടെ ഇതൊരു കാര്യത്തിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. നമുക്കൊരു കാരണവശാലും ഇപ്പോൾ നോക്കുക, നമ്മുടെ പേര് അംബുജം, വേണമെങ്കിൽ അംബുജാക്ഷി എന്നോ അംബുജം എന്നൊക്കെ വിളിക്കുക. നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ.
നിർമ്മലാൻ്റിൻ്റെ മനസ്സ് അവൻ്റെ കയ്യിൽ. അവിടെ പോയിട്ട് ആ മനസ്സിനെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ കയ്യിൽ വെക്കാൻ പറ്റില്ല, നമ്മുടെ കയ്യിലും വെക്കാൻ പറ്റില്ല. ഒരാളെ സ്നേഹിക്കില്ലേ, അത് സ്നേഹിക്കുമ്പോൾ നമ്മളതിന്റെ സത്യസന്ധത വേണം. നമുക്ക് അവരോട് അത്രയ്ക്ക് ഇഷ്ടം തോന്നിയ നമുക്ക് വേണം, അവർക്ക് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് ആ സത്യസന്ധമായ ഒരു മനസ്സോടെ തന്നെ സ്നേഹിക്കണം. സ്വാഭാവികം, അത് ഉണ്ടാവണം. എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ അവരെ സ്നേഹിക്കുന്നത് അതുപോലെ ആയിരിക്കണം. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ, ഏത് കർമ്മങ്ങളാണെങ്കിലും നോക്കൂ, ജനുവരി കഴിഞ്ഞ ഫെബ്രുവരി പറയും പോലെ അങ്ങനെയൊന്നും മാറാനുള്ളതല്ല മനസ്സ്. ഒരു വട്ടം സ്നേഹത്തിന് നമ്മുടെ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ മറന്നു പോയാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകടിപ്പിച്ചില്ലെങ്കിൽ അത് ഉണ്ടാവണം. അല്ലാണ്ട് പിന്നെ എന്ത് മനുഷ്യൻ. അത് മാത്രമല്ല, നമ്മുടെ ചെയ്യുന്ന കർമ്മഫലങ്ങളില് അതിലും വേണം ഒരു എന്താ പറയാ, ഒരു കർത്തവ്യബോധം, ഒരു സത്യസന്ധത. അവരുടെ മനസ്സിൽ ഒരു ഏത് സന്ദർഭത്തിലാണെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അതിനോടൊരു ആത്മബന്ധം അങ്ങനെയൊക്കെ വേണം. അപ്പോഴാണ് നമുക്കൊരു ആളുടെ മനസ്സിൽ ഇടം കിട്ടുള്ളൂ. ഞാൻ അതിനെ ആസ്പദമാക്കിയ ഒരു കഥ പറയാം. ഒരു ഹോസ്പിറ്റലിൽ ഒരു കുട്ടി വളരെ സീരിയസ് ആയിട്ട് അഡ്മിറ്റാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഓപ്പറേഷൻ നിശ്ചയിച്ച ദിവസം അന്ന് ആ ഡോക്ടർ മാത്രം ആ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ആ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇനി ഒരു അരമണിക്കൂറുണ്ട്, ഓപ്പറേഷൻ്റെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തും ഡോക്ടർ എത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവരും പരിഭ്രാന്തരാണ്, ആ കുട്ടിയുടെ ബന്ധുക്കളും അച്ഛനും അമ്മയും ഒക്കെ. ഇത്ര നേരമായിട്ടും കാണാനില്ലല്ലോ ഡോക്ടറെ, എന്താ ഈ ഡോക്ടർ ഈ നേരം വരെ വന്നില്ല, ഡോക്ടറോട് എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് സംസാരിച്ച് ഒരു ആശ്വാസവാക്കൊക്കെ കിട്ടണ്ടേ. അപ്പൊ ഡോക്ടറോട് ചോദിക്കേണ്ടേ നമുക്ക്, എന്താണെന്നുണ്ട് ആ കുട്ടിയുടെ അമ്മ കരയുന്നു, അച്ഛൻ കരയുന്നു, ചേച്ചി, അങ്ങനെയൊക്കെ. അപ്പൊ ഭയങ്കര വിഷമത്തിലാണ് അവർ പറയേണ്ടത്, എന്ത് ഡോക്ടറാ അത്, ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ഇവിടെ എത്തി അയാൾ ഞങ്ങൾക്കൊരു ആശ്വാസവാക്കുകളും പറയണ്ടായിരുന്നു ഒക്കെ അങ്ങനെ പറയുന്നത്. അപ്പൊ അതിനെതിരെ ഓടി നടക്കുന്ന നഴ്സുമാരോട് ചോദിക്കുമ്പോൾ വരും ഡോക്ടർ വരും, നിങ്ങൾ പേടിക്കേണ്ടെന്ന് മാത്രമേ പറയുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞൊരു 10 മിനിറ്റ് ഓപ്പറേഷൻ്റെ സമയത്തിന് എന്ന് പറയുമ്പോൾ ഡോക്ടർ ഒരാൾ ഭയങ്കര എന്താ പറയുക സ്പീഡിൽ നടന്നു വരുന്നു. അപ്പോൾ പറയും അതാ ഡോക്ടർ വന്നു എന്ന് പറയും നഴ്സ്. അപ്പോൾ ഇവർ വേഗം ഡോക്ടറെ അടുത്തേക്ക് വരും, എല്ലാവരും കൂടി കൂട്ടത്തോടെ ഓടിപ്പോയിട്ട് ഡോക്ടറെ എന്താ ഡോക്ടറെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത്, ഒരു അരമണിക്കൂർ മുമ്പ് വന്നിട്ട് ഞങ്ങൾക്കൊരു ആശ്വാസവാക്കൊക്കെ നിങ്ങൾ പറയണ്ടേ, നിങ്ങളോട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിയാനൊക്കെ ഉണ്ടാവില്ലേ, നിങ്ങൾ ഇപ്പോഴാണോ വരിക, ആ സമയത്ത് വന്നാൽ ഞങ്ങൾ എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ, നിങ്ങളുടെ ഒരു കുട്ടിയെ എങ്ങനെ കിടന്നു വെച്ചാൽ നിങ്ങളുടെ സ്വന്തം മോനാണെങ്കിൽ നിങ്ങളിത് ചെയ്യുമോ എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയും ഇപ്പം നിങ്ങളോടൊന്നും സംസാരിക്കാൻ എനിക്ക് പറ്റില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ എൻ്റെ കടമ ചെയ്തിട്ട് വരട്ടെ, നിങ്ങളൊന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകും. ഇത് ശരിക്കും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഇവരെന്ത് വിചാരിക്കറിയോ, എന്ത് ഡോക്ടറാ ഇവര്, ഇയാള് ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ഡോക്ടർ, എന്തെങ്കിലും ഒന്ന് ആശ്വാസമൊക്കെ പറയണ്ട, അയാൾ സ്പീഡിൽ വരുന്നു, ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കിടക്കണു, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല, അഹങ്കാരിയായ ഡോക്ടർ. ഇത് ശരിക്കും ആ പേഷ്യന്റിന്റെ അമ്മായി പറയുമ്പോൾ പോലെ തന്നെ ഉണ്ട്. അല്ല, ആ ഒരു ബാബാബിനെ ഞാൻ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറയാണ്. അപ്പൊ അങ്ങനെ ഇവരെല്ലാവരും ഡോക്ടറെ കുറ്റം പറയാണ് കേട്ടോ. അവസാനം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ആ ബന്ധുക്കളുടെ കൂട്ടത്തിൽ അമ്മ ഉണ്ടായിരുന്നോ? ഇല്ല. അത് ഭാഗ്യം. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, ഓപ്പറേഷൻ തിയേറ്റർ തുറന്നിട്ട് ആള് ഒറ്റ സ്പീഡിൽ ആ വന്ന അതേ സ്പീഡിൽ പുറത്തേക്ക്. അപ്പൊ ഇവരെല്ലാവരും വീണ്ടും പോയിട്ട് തടയാണ്, എന്തായി ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത ഡോക്ടറുണ്ട്, അങ്ങനെ എല്ലാം നിങ്ങളോട് പറഞ്ഞോളൂ, ഞാൻ പോട്ടെ എനിക്ക് ധൃതിയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ പുറത്ത് തട്ടി കയറിയിട്ട്. അപ്പോഴും പറയണേ ഇയാൾ എന്ത് ഡോക്ടറായാണ്, ഇയാൾ എന്ത് ഓപ്പറേഷനാവോ ഞങ്ങളുടെ കുട്ടിക്ക് ചെയ്തത്, എന്താണോ എന്നൊക്കെ പറഞ്ഞ് ഇവര് മറ്റേ ഡോക്ടറോട് ചോദിക്കുകയാണ്, അതെ എന്താ ഞങ്ങളുടെ കുട്ടി ബാക്കിയാവും, അയാൾ എന്താ ഈ കാണിച്ചത്, ധൃതിയിൽ വരുന്നോണ്ടും അതേ ധൃതിയിൽ അങ്ങ് ഓടിപ്പോയി, ഒരു ആശ്വാസ വാക്ക് പോലും ഞങ്ങളോട് പറഞ്ഞില്ല, എന്ത് ഡോക്ടർ അയാൾ, ഞങ്ങൾക്ക് ഈ ആസ്പത്രിയിലെ ഡോക്ടർ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയേനെ, അത് ആദ്യം അറിഞ്ഞില്ല ഞങ്ങൾ എന്നൊക്കെ അങ്ങനെ പറയാം. അപ്പോൾ ആ ഡോക്ടർ പറയുന്നത് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ആളെക്കുറിച്ച് അറിയില്ല, ആളൊരു നല്ല മനുഷ്യനാണ്, ആ ആൾ നോക്കുമ്പോൾ ഒരു രോഗിയെ അത്രയും കരുതലോടെ നോക്കുന്ന ഒരു ഡോക്ടർ ഈ നാട്ടിൽ എവിടെയില്ല. നിങ്ങൾക്കറിയോ ഇന്ന് രാവിലെ നിങ്ങളുടെ മകൻ്റെ അതേ പ്രായമുള്ള ഒരു കുട്ടിയാണ്, ആ കുട്ടി ആക്സിഡൻറ്റിൽ നിന്ന് രാവിലെ മരിച്ചു. ആ കുട്ടിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്താനുള്ള സമയത്ത് ആളിവിടെ വന്നിട്ട് നിങ്ങളുടെ മകൻ്റെ ഓപ്പറേഷൻ നടത്തിയിട്ട് പോയി. ഒന്ന് ആലോചിച്ച് നോക്കുവാനുള്ള മനസ്സ്, അവിടെ കുട്ടി മരിച്ച് അന്ത്യകർമ്മങ്ങൾ നടത്തേണ്ട സമയത്ത് ഇവിടെ വന്ന് നിങ്ങളുടെ കുട്ടിയുടെ ഓപ്പറേഷൻ നടത്തി. എത്ര വലിയ മനുഷ്യനാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അതാണ് ഒരാളെ അറിയാണ്ട് നിങ്ങൾ കുറ്റം പറയരുത്. ഏതാണ് എന്താണെന്നൊന്നും അവരുടെ എന്താ പറയുക, അവരുടെ ആറ്റിറ്റ്യൂഡൊന്നും കണ്ട് അവർ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ
നിങ്ങളുടെ മകൻ്റെ കാര്യങ്ങൾ അത് ശരിയായോ എന്നുള്ളതൊക്കെ നോക്കുക. അല്ലാണ്ട് ഇതേപോലെ ഒന്ന് പറയരുത്. എന്ത് മനുഷ്യനാണ് ആള്. ആ ദുഃഖത്തിൽ നിങ്ങളുടെ മകൻ്റെ ഓപ്പറേഷൻ വേറെ ഏതെങ്കിലും ഒരു ഡോക്ടർക്കാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ? ഒരു മകൻ മരിച്ചിട്ട് ആ ദുഃഖം, ആ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നിടത്ത് നിങ്ങൾ വന്ന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇത്രയും തെറ്റിദ്ധരിച്ച ആ മനുഷ്യൻ എത്ര വലിയ മനുഷ്യനാണെന്ന് അറിയാം. ദൈവതുല്യനായ ഒരു മനുഷ്യൻ. അപ്പോൾ ഏത് മനുഷ്യൻ എങ്ങനെയാണ്, ആരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആരോ ഒരാൾ എന്തോ പറയുന്നു, അതൊക്കെ കേട്ട് നമ്മൾ അതേപടി വിശ്വസിക്കാൻ പാടില്ല. ഒരാളുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കിയത് കൊണ്ട് മാത്രം ആ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് ഈ പരദോഷണം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഈ സംഭവം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജാമ്പവൻ്റെ കാലഘട്ടം എന്നല്ല, ഈ അടുത്ത കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. ഇപ്പം അത് വേറൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. എങ്ങനെ അറിയോ? ഒരു സോഷ്യൽ ഇഷ്യൂ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവും. എന്തെങ്കിലും ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഒന്ന് സംഭവിക്കും. അപ്പോൾ ആ സംഭവത്തിനെ എടുത്ത് പെരട്ടി, മസാല പുരട്ടി പറയാൻ ഒരാൾ പുറപ്പെടും. ആ ഒരാൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നമ്പുറത്ത് വേറൊരാൾ പുറപ്പെടും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് കാണാൻ ആൾക്കാരുണ്ടോ എന്നുള്ള ഉദ്ദേശമാണ്. അങ്ങനെ പുറപ്പെട്ട് ഒന്നിൻ്റെ പിറകെ 10 പേരായി എല്ലാവരും അടച്ചിട്ട 4 ചുമൻ്റെ ഉള്ളിൽ ജഡ്ജിമാരായി തീരുന്ന ഒരു കാലമാണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ്റെ പുതിയൊരു രീതിയിലുള്ള പരദോഷമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമുക്കറിയോ, ഇപ്പോൾ 2 വ്യക്തികൾ തമ്മിൽ എന്തോ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് കണ്ടുപിടിക്കാൻ ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അത് യഥാർത്ഥമായി സാധിക്കണമെങ്കിൽ ആ 2 പേരും, ആ 2 വ്യക്തികൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ ആരുടെ ഭാഗത്താണ് കുറ്റമുള്ളത് ശരിയുള്ളതെന്ന്. അല്ലേ? നമ്മുടെ എവിടെയോ കിടക്കണം നമ്മൾ. അവരെ പറ്റി പറയാനുള്ള അധികാരം നമുക്കുണ്ടോ? അപ്പോൾ ഈ കഥയിൽ അതും കൂടി ഒന്ന് പറയാനുണ്ട്. കാരണം എന്താ, നമ്മൾ ഒരാളെ പറ്റി പൂർണ്ണമായി മനസ്സിലാക്കാതെ ഒരു കുറ്റവും പറയാൻ പാടില്ല. അതിനുള്ള അധികാരം നമുക്കില്ല. കാരണം എന്താ അറിയോ, നമുക്ക് പറയാം, ഇങ്ങനെ ഒന്ന് കേട്ടു, എന്താണാവോ, അത് ശരിയാണോ തെറ്റാണോ, അങ്ങനെ പറയാം. അല്ലാണ്ട് ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള അധികാരം ആർക്കും ഇല്ല. ഉണ്ടോ? നമുക്കിതിൽ മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഇതിൻ്റെ ഒപ്പം വേവട്ടെ. ഇത് പകുതി വേവായി. ജീവിതത്തിൽ ഈ കഥയിൽ ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. ആ ഒരു ഡോക്ടർ മകൻ മരിച്ചു കിടക്കുന്ന സമയത്ത് അതേ പ്രായമുള്ള ഒരു കുട്ടിയാണല്ലോ ഇത് പറഞ്ഞ് അവിടുന്ന് ആ ഡോക്ടർ ഇവിടേക്ക് എത്തി ഈ ഒരു രോഗി, ഈ ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ച് പിന്നെ സൂര്യാസ്തമനത്തിന് മുമ്പായിട്ട് തിരിച്ചു പോകേണ്ടി വരും. അയാൾക്ക് തിരിച്ചു പോയി അവിടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ വ്യക്തികളൊക്കെയാണ് ദൈവത്തിന് ശേഷം കാണുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറയില്ലേ, നമ്മളെന്താ പറയുക, ഒരു ജീവൻ രക്ഷിക്കുന്ന വ്യക്തി ഡോക്ടർ. അവനൊക്കെ നമ്മൾ ദൈവം എന്ന് വിളിക്കാൻ കാരണം ഇങ്ങനെ ചില വ്യക്തികൾ കൊണ്ടാണ്. അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പബ്ലിഷ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ജനങ്ങൾ അത്രയും ഉൾക്കൊള്ളാറില്ല. എന്താ അറിയോ, എല്ലാവർക്കും വേണ്ടത് എന്താ പറയുക, ആരുടെയെങ്കിലും കുറ്റം എവിടെ നിന്ന് കിട്ടും, എങ്ങനെ പറയും, അതെങ്ങനെ റിയാക്ട് ചെയ്യും, ഇതൊക്കെയാണ് ജനങ്ങൾ ശ്രദ്ധിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ നല്ലൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ എന്താ അറിയാമോ, നമ്മുടെ ഗാന്ധി ഭവനില്ലേ, കൊല്ലം, അവിടെ ഗാന്ധി ഭവനിൽ അവിടുത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കായംകുളം ഭാഗത്തെ കുറേ സ്റ്റുഡൻസുകൾ അവർ പോയിട്ട് നേരെ നമ്മളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ പോണ സമയത്ത് ട്രിപ്പ് പോകില്ലേ, ഇപ്പോൾ ഊട്ടി, മൂന്നാർ, മൈസൂർ, ബാംഗ്ലൂർ, അങ്ങനെ വലിയ വലിയ സിറ്റികളൊക്കെ കാണും. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കണ്ണിന് നല്ല കുളിർമയും മനസ്സിന് നല്ല ഉല്ലാസമൊക്കെ ആയിരിക്കും. കാരണം നല്ല അടിച്ച് പൊടിച്ചതൊക്കെ പോവുക, കുറേ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ അവിടെയുള്ള ടീച്ചർമാരും സ്റ്റുഡൻസ് എന്ത് തീരുമാനിച്ചറിയോ, അവർ നേരെ കൊല്ലത്തുള്ള ഗാന്ധി ഭവനിലേക്കാണ് പോയത്. അവിടെ വൃദ്ധാശ്രമമാണ്. അവിടേക്ക് പോകുമ്പോൾ പിള്ളേർക്ക് ആദ്യം ഒന്ന് ആലോചിക്കും, എന്തിനാണ് നമ്മളിവിടെ കുട്ടി, ആ മാഷന്മാരുടെ ഒരു ചിന്തയാണ് കേട്ടോ. അവിടേക്ക് കൊണ്ടുപോയിട്ട് ഈ വയസ്സായ അമ്മമാരുടെ ഒപ്പവും ഇവൻ്റെ ഒപ്പമൊക്കെ വിട്ടപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും. എന്താ പറയുക, അവർ ആ അമ്മമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ്. എന്തുകൊണ്ട് ഈ മാഷന്മാരെങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ മാഷന്മാരുടെ ഉദ്ദേശം എന്താ അറിയോ, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാളും നല്ലത് അനുഭവം കൊണ്ട് മനസ്സിലാക്കട്ടെ. എന്താണ് നിങ്ങളുടെ മുമ്പുള്ള കാരണന്മാർ ചെയ്തു വെച്ച് പോയതല്ലേ, അതിൻ്റെ അടയാളങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇത് കണ്ട പിള്ളേരെന്ത് ചെയ്യും, തിരിച്ചവരുടെ വീട്ടിലേക്ക് പോകും. പ്രാക്ടിക്കലായിട്ട് അവർ ചിന്തിക്കും, ഒരിക്കലും ഞങ്ങളുടെ വീട്ടിലുള്ള കാരണന്മാർക്ക് ഈ ഗതി വരരുത്. അല്ലാണ്ട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. കാരണം ഇന്നെല്ലാവരും ഡ്രഗ്സിന് എഡിറ്റാണ്. സ്കൂൾ പിള്ളേർ മുതൽ കോളേജ് പിള്ളേർ വരെയൊക്കെ ഇങ്ങനെ എഡിറ്റായിരിക്കണം. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്ത് ഇങ്ങനെയുള്ള ക്യാൻസർ രോഗികളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ സന്ദർശിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേരൊക്കെ ഒന്ന് കൊണ്ടുപോകുമ്പോൾ ഇവരുടെ മനസ്സിന് തോന്നും, ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സംഭവിക്കും. ശരിക്കും പറയാൻ യഥാർത്ഥമായിട്ടൊരു ക്ലാസ്സാണത് അല്ലേ. ആ ക്ലാസ് മസ്റ്റായിട്ട് എത്ര നല്ലൊരു ബുദ്ധിയാണ് ആ ടീച്ചേഴ്സ്മാർക്ക് തോന്നിയത്. അതിന് അംഗീകരിച്ച ആ സ്റ്റുഡൻസ്, ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസ് അംഗീകരിക്കില്ല. ഞങ്ങൾക്കൊന്നും വയ്യ, അങ്ങോട്ടൊന്നും വരാം, ഞങ്ങൾക്ക് വേറെ എവിടേക്കേലും പോകണം, ഞങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാമെന്ന് പറയും. പക്ഷെ അവരതൊന്നും ചെയ്തില്ല. അവിടെ നിന്ന് കരയുന്ന പെൺകുട്ടിയോടും ആൺകുട്ടിയോടും അവർ പറയണതെന്താ പറയുക, എത്രയോ അമ്മമാരെ ഞങ്ങൾക്ക് കിട്ടിയതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അമ്മ പറഞ്ഞ കഥയിൽ വേറൊരു സംതിങ് കൂടി ഉണ്ട്. എന്തറിയോ, ഒരിക്കലും നമ്മൾ ഒന്നിനും വില കുറച്ച് കാണരുത്. ഒരു മനുഷ്യൻ്റെ ഉള്ളിന് നമ്മൾ കുറവായിട്ട് കാണരുത്. കാരണം എന്താ പറയുക, നമ്മളെല്ലാവരും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഏതോ രണ്ട് പേരിൻ്റെ ഭയങ്കര ഗംഭീരമായിട്ട് നടന്നുകൊണ്ടൊരു ചർച്ച. ഇനിയിപ്പോൾ ആ ചർച്ച വിടൂ. ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു സംവിധായകൻ്റെ സ്വപ്നമാണ് അല്ലേ. അയാളുടെ മനസ്സ് വിട്ടിട്ട് അയാളുടെ മനസ്സാണ് സിനിമ. ഒരു ഡയറക്ടറിൻ്റെ ഒരു എന്താ പറയുക, അയാളുടെ ക്രിയേറ്റിവിറ്റിയാണ് ഒരു സിനിമ എന്നുള്ളത്. അത് ഏതോ ഒരു വ്യക്തി 4 ചുമരുകൾക്കുള്ളിൽ ഇരുന്നിട്ട് 5-ന് 3 സ്റ്റാർ 4 സ്റ്റാർ എന്ന് കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെയാണോ തീരുമാനം ഒരു സിനിമ വിജയിക്കണോ തോൽക്കണോ എന്നുള്ളത്? അല്ല. അത് കാണുന്ന ഓരോ വ്യക്തികളുടെ മൈൻഡ് എങ്ങനെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമായ ഒരു സിനിമ എനിക്ക് ഇഷ്ടമായില്ല എന്ന് വരും അല്ലേ. അപ്പോൾ ഒരാളതിനെ കുറവ് സ്റ്റാർ കൊടുക്കുമ്പോൾ ജനങ്ങളത് വേണ്ടാന്ന് വെക്കുകയാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ 2 പേരിൻ്റെ എന്തോ ഉഗ്രം കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക. അതിന് അന്വേഷിക്കുക ഈ നാട്ടിലെ പോലീസുണ്ട്, ഇവിടെ സംവിധാനങ്ങളുണ്ട്. അവരന്വേഷിച്ച് തരുമ്പോൾ നമ്മൾ ആരാണ് ഒരാളുടെ കുറ്റം പറയുക? ശരിക്കും അങ്ങനെ ഒരു കുറ്റം പറയുകയാണെങ്കിൽ ഈ 2 വ്യക്തികൾ നമുക്ക് വ്യക്തമായിട്ട് അറിയണം. അതുപോലെ തന്നെ ഒന്നിനെയും വില കുറച്ച് കാണരുത്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ദേഷ്യം വന്നാൽ പറയും പോടാ പുല്ലേ പറയും അല്ലേ. നീ വെറും പുല്ലാണ് പറയില്ലേ? എല്ലാവരും എടുത്ത വാക്കിന് എന്താ പറയുക? നീ വെറും പുല്ലാണ്, കടന്നു പോടാ പുല്ലേ. അവനാരെ പുല്ല്? ഇതന്നെ എല്ലാവരും പറയും. അപ്പോൾ എന്താണ് ഈ പുല്ല്? ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്ക്. വലിയൊരു കൊടുങ്കാറ്റ് വന്നു, വലിയ കൊടുങ്കാറ്റ് വരുമ്പോൾ ആകാശം മുട്ടി നിൽക്കണം 100 ചില്ലറ വർഷം ഉണ്ടായ മരങ്ങളൊക്കെ കടപ്പുടങ്ങി വീഴും. പക്ഷെ പുല്ല് അവിടെ തന്നെ ഉണ്ടാവും. എന്നിട്ടും പറയും അല്ലേ, എന്നിട്ടും പറയും കടന്നു പോടാ പുല്ലേ. അതെ. ആ പുല്ല് അവിടെ തന്നെ. കാരണം എന്താ പറയുക, ഭൂമിയിൽ പതിഞ്ഞ് കിടക്കുകയാണ്. അത് മനസ്സിലായില്ലേ? അത് അവിടെ തന്നെ ഉണ്ടാവും. ഭൂമിയോടും താന്നു നിൽക്കുന്ന ഒരു സ്വഭാവം പുല്ലിനുണ്ട്. എന്നും നമ്മൾ ദേഷ്യം വന്നാൽ നീ പോടാ പുല്ലേ, ആ പുല്ലിൻ്റെ കാര് കേൾക്കാം, അവൻ വരും പുല്ലാണ്. അപ്പോൾ വലിയ വൃക്ഷങ്ങളൊക്കെ കടപുഴകി വീഴുമ്പോൾ പുല്ലിൻ്റെ സ്ഥാനത്ത് അവിടെ നിൽക്കണം. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. എന്തറിയോ? ഇത്ര പേരൊക്കെ അതിനെ പുല്ലേ എന്ന് വിളിച്ചാലും ഈ പുല്ലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ വിചാരിക്കും മരം തണൽ തരും, മരം നമുക്ക് പഴവർഗ്ഗങ്ങൾ തരും, ഒക്കെ ശരിയാണ്. പുല്ലൊരു കുന്തും തരില്ല നമുക്ക് വെറുതെ വിചാരിക്കുകയാണ്. പക്ഷെ പുല്ലിൻ്റെ കടമ ചെയ്യുന്നുണ്ട്. എങ്ങനെ അറിയോ? പുല്ല് ആടിന് തീറ്റയാവുണ്ട്, പശുവിന് തീറ്റയാവുണ്ട്. ആ പശു കാരണം കൊണ്ട് എത്ര പേര് ജീവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പുല്ലിൻ്റെ കടമ ചെയ്തു. ഇതിനാരും വളർത്തണവും ഇല്ല. അത് നിങ്ങൾ എത്ര ചെത്തിക്കളഞ്ഞാലും വീണ്ടും വന്നുകൊണ്ടുണ്ടാവും. ഇതും ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. മനസ്സിലായില്ലേ? കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് നല്ല ഒരു മണമാണ്. ഇതായി നമുക്ക് ഇറക്കാം. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒന്നിനും വില കുറച്ച് കാണാൻ പറ്റില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഒന്നും വില കുറഞ്ഞതായിട്ടില്ല. അപ്പോൾ നമ്മുടെ സിനിമയിലൊക്കെ കേൾക്കും പുല്ല്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ആ പുല്ലിൻ്റെ അടുത്ത് പോയി പണി നോക്കാൻ പറയും. അപ്പോൾ എന്താണാവോ ഈ പുല്ലിനെ എങ്ങനെ എടുത്തങ്ങോട്ട് വെച്ച്? പുല്ല് ആർക്കും വേണ്ടാത്താണെങ്കിൽ ഭൂമിയിൽ ഉണ്ടാവുമോ? ഉണ്ടാവത്തില്ല. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇനി എന്ത് പറഞ്ഞാടാ മോനെ നമ്മൾ ചീത്ത പറയുക, ഒരു പുല്ലിനെയും കൂടി നീ വിട്ടില്ലല്ലോ. ശരിയാണ്, ഒരു പുല്ലിനെയും കൂടി നമ്മൾ വിടില്ല. കാരണം അത് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ, ഒന്നിനും നമ്മുടെ പുല്ലാണ്, ചെറുതാണെന്ന് കാണരുത്. ഈ പുല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം നമുക്ക്? അത് ഞാൻ പറഞ്ഞിട്ടില്ലോ. ഈ മരമൊക്കെ തല പൊക്കി ഇങ്ങനെ നിൽക്കുമല്ലോ. ഈ പുല്ല് കണ്ടിട്ടുണ്ടോ? കാറ്റ് വന്ന് അങ്ങനെ ആടിക്കുഴഞ്ഞ് നിലത്ത് വീണ പോലെ കിടക്കുന്നുണ്ടാവും. നമ്മൾ ചവിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകുന്നുണ്ടാവും. എപ്പോഴെങ്കിലും ഈ പുല്ല് പ്രതികരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഭൂമിയോളം താന്നിരിക്കുന്ന ഒരു മനോഭാവം ആ പുല്ലിനുണ്ട്. അത് കാരണം കൊണ്ടാണ് ഒരു കൊടുങ്കാറ്റ് വന്നാണ് വീണ് പോകാത്തത്. മനസ്സിലായില്ലേ? അത് പതിഞ്ഞ് ഭൂമിയിൽ അങ്ങനെ കിടക്കും. അപ്പം മനസ്സിലായോ അമ്പോ? ഇതിപ്പോ നാളികേരം ഇട്ടിട്ടില്ല, പക്ഷെ ഇതിന്റെ നിറം കണ്ടില്ല. ഈ മുളക് നമ്മള് പച്ചക്കറിക്കില്ലേ, മല്ലിക്കറിക്കില്ല. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക നിറമായിരിക്കും ഈ കറിക്ക്. നമ്മൾ വറുത്തരയ്ക്കുമ്പോ ഒരു ചുവപ്പ് നിറം. അത് ശരിയാണ്, ഞാൻ പറയാൻ വേണ്ടി ഒരു മഞ്ഞ നിറം. കാരണം എന്താന്ന് പറഞ്ഞാൽ മല്ലി മുളക് മിണ്ടാണ്ടിരിക്കും. മഞ്ഞളും കൂടിയിട്ട് ഇതാക്കണ്ട. പരിപ്പും ആവശ്യത്തിന് പരിപ്പും നിങ്ങൾ എന്ത് പച്ചക്കറി എല്ലാം ഇട്ടോളൂ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു 10 തരം പച്ചക്കറി ഉണ്ടെന്ന് വെച്ചോളൂ, ആ 10 ഇതിലിട്ടോളൂ. എന്നിട്ട് എന്താ, ഒരിത്തിരി മുളകും മല്ലിയും കൂടി പച്ചക്കരക്കുക, ഒന്ന് മിക്സിയിൽ പൊടിക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ നന്നായി അരയും. പക്ഷെ ഒന്നും കേട്ടോ, എത്രത്തോളം പച്ചക്കറി ഇടുമോ അത്രത്തോളം ഈ സാമ്പാർ ഈ എന്തറിയോ, ഈ പച്ചക്കറികൾ എത്ര നമ്മൾ കൂടുതൽ ഇടുമോ അപ്പൊ അതിന്റെ എല്ലാ സ്വാദ് ഇറങ്ങി കഴിയുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക സ്വാദ്. നിങ്ങൾ വേണമെങ്കിൽ നോക്ക്, വറുത്തരച്ച സാമ്പാറിനെക്കാളും സൂപ്പറായിരിക്കും ഇത് കഴിക്കാം. ഒരു ഇത്തിരി ചോറ് കൂടുതൽ ഉണ്ണാൻ തോന്നുന്നു. അപ്പൊ അപ്പൊ അങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കൂട്ടോ. നിങ്ങളിപ്പോ ബീൻസ് അങ്ങനെ കുറെ പച്ചക്കറി വീട്ടിലുണ്ടെന്ന് വെച്ചോളൂ. എല്ലാം ഓരോരോ കഷ്ണം എടുത്തിട്ട് ഇപ്പൊ എന്റെ അടുത്ത് അത്ര കൂടുതൽ ഇല്ലാത്തോണ്ടോ ഞാൻ അത്ര ഇട്ടിട്ടുള്ളൂ. പിന്നെ അത് മാത്രല്ല, ഞാൻ മാത്രല്ലേ കഴിക്കൂ. പക്ഷെ കുറച്ച് 5-6 പേരൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ അവരെല്ലാവരും കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ പച്ചക്കറിയും ഓരോന്നെടുത്തോളൂ. ഒരു 10-12 തരം എത്ര തരം വേണമെങ്കിലും പച്ചക്കറി ഇട്ടിട്ട് കുറച്ച് പരിപ്പും കുറച്ച് പച്ചക്ക് മുളകും മല്ലി മഞ്ഞളും കൂടി നന്നായി അരച്ചതിലിട്ട് കുറച്ച് പുളി ഒഴിച്ച് വെച്ച് നോക്കൂ. എന്നിട്ട് ഒന്ന് വറവിട്ടാൽ മതി. സൂപ്പർ കറിയാണ്. എനിക്ക് വറവിട്ട ഇതിപ്പോ എനിക്ക് എന്താ അറിയോ, ഈ വറുത്തരച്ച സാമ്പാറിനേക്കാളും ഈ കറി എനിക്കിഷ്ടമാണ്. അപ്പോൾ നമുക്കിതും കൂടി മാറ്റി വയ്ക്കാം.
മാറ്റി വെച്ചിട്ട് ഇതൊന്നും വറവിട മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലല്ലോ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്നത്. എനിക്കറിയാതെ വറവിടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. നിനക്കൊന്നും അറിയില്ല. എനിക്കറിയോ അമ്മേ, എനിക്കറിയില്ല. അറിയോ അമ്മേ, എന്താ ആഹാ ഇതിനിടയ്ക്ക് ആ പഴയ സിനിമയുടെ ഡയലോഗൊക്കെ പറയാൻ തുടങ്ങി അല്ലേ? അമ്മ അമ്മ ആട് വിചാരിക്കുമ്പോൾ അല്ല കേട്ടോ. എന്നാലും അമ്മയ്ക്കൊരു കാര്യം മനസ്സിലായില്ലേ, ആരും പറയാത്തൊരു പുല്ല്. ഈ ചെക്കൻ എവിടുന്നാണ് ഈ പുല്ലിനെ പിടിച്ചത് ആലോചിച്ചില്ല. എന്താ അമ്മ ഒരു മുഖസ്തുതി അമ്മക്ക് എപ്പോഴെങ്കിലും ദിവസം പറഞ്ഞൂടെ? ശരിയാണല്ലോ, ഒരു വലിയ മരം വീഴും, പക്ഷെ പുല്ലിനൊന്നും സംഭവിക്കില്ല. എവിടുന്നാണ് ഇവൻ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് നല്ലത് പറഞ്ഞു അമ്മ. ഈ പുല്ലിനൊക്കെ ഇവൻ പിടിച്ചിട്ട് പുല്ലിനെ കൂടി വിട്ടില്ലല്ലോ, അങ്ങനെ എങ്ങനെ പറഞ്ഞോ? ആണോ? ആണോ? എന്നാ അഞ്ഞ് പറയണ്ട കേട്ടോ. എനിക്ക് എന്താ അമ്മ കളിയാക്കും പോലെ അമ്മ. സത്യം പറയും, പുല്ലൊന്നിനും ഗുണം ചെയ്യാറില്ലേ? പിന്നെ എന്തിനാ ഈ ദേഷ്യം വരുമ്പോ ആൾക്കാർ പുല്ലേ 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 വിളിക്കുന്നത്? അതന്നെ, കാരണം പുല്ല് പ്രതികരിക്കില്ല വന്നിട്ടമ്മ എന്തും പറയാം. മനസ്സിലായില്ലേ? എനിക്ക് ഡോക്ടറിൻ്റെ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയും ചില ഡോക്ടർമാരുണ്ട്. അല്ല, ചില ഡോക്ടർമാർ മാത്രമല്ല, എല്ലാ പ്രൊഫഷനിലും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പം കണ്ടില്ലേ ഞാൻ പറഞ്ഞ സ്കൂൾ വിദ്യാർത്ഥികൾ, ആ ടീച്ചർമാർ, അല്ല ഏതെങ്കിലും ടീച്ചർമാർ ഞങ്ങൾക്ക് ഗാന്ധി ഭവനിലേക്ക് പോകാമെന്നൊക്കെ വിചാരിക്കുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡൻസ് അതിൻ്റെ ഒപ്പം ഒക്കെ അതിൻ്റെ ഒപ്പം കൂടുമോ? അവർ പറയും സാറന്മാർ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് വല്ല ബീച്ചിലേക്ക് പോവുക, അല്ലെങ്കിൽ വല്ല ഹിൽ സ്റ്റേഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ വല്ല സിറ്റിയിലേക്ക് പോവുക, എന്തിനാണ് ഞങ്ങളിങ്ങനെ കൊല്ല ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുക. ആരും ഒപ്പം കൂടില്ല. ഇവിടുത്തെ യൂണിറ്റി എന്താണെന്ന് പറഞ്ഞാൽ മാഷുമാരുടെ ഒപ്പം പിള്ളേരും കൂടി ആ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ ഏറ്റവും വൈറലായ ഒരു വീഡിയോ ആയി മാറി. ഏറ്റവും നല്ല സന്ദേശമാണ് ആ വീഡിയോയിലൂടെ അവർ നൽകിയത്. അങ്ങനെ ഇപ്പം നമ്മൾ നോക്കിയോ, ഒരു നല്ല കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് പല നല്ല കാര്യം വന്നുകൊണ്ടുണ്ടാവും. അങ്ങനെ ഓരോ കോളേജ് കിടന്ന് ഓരോ സ്കൂൾ കിടന്ന് ഇങ്ങനത്തെ സെൻറ്ററുകളിലേക്ക് പോകുമ്പോൾ, ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ഉള്ളവരുടെ മനസ്സും സന്തോഷിക്കുകയും ചെയ്യും, ഇവർക്കൊരു അനുഗ്രഹം കിട്ടും ചെയ്യും. ഇവർക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അവൻ്റെ മുത്തച്ഛനൊന്നും പുല്ലേന്ന് പറയാൻ തോന്നില്ല. മനസ്സിലായേ? ഇന്നത്തെ പിള്ളേരൊക്കെ അങ്ങനെയാണ് ഏകദേശം പറയണത്. അപ്പോൾ അവരൊക്കെ ആ അമ്മച്ചിയുടെ ഒക്കെ കാല് തൊട്ട് വന്നിക്കും. അവിടെ കണ്ട അമ്മച്ചിമാരുടെ കരച്ചിലും സന്തോഷമൊക്കെ കണ്ട പിള്ളേരുടെ മനസ്സിൽ ഒരു പരിശുദ്ധമായ ഒരു ആത്മാവ് രൂപപ്പെടുന്നു പറയില്ല, അതുപോലെ ഉണ്ടാവും. എന്നിട്ട് വീട്ടിലുള്ള അച്ഛനമ്മേനോട് പറയും, ദയവ് ചെയ്തിട്ട് ആ കാരണന്മാർ നിങ്ങൾ ഉപദ്രവിക്കരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോയി എങ്ങനെ ഇരുത്തുന്നൊക്കെ ഭീഷണിപ്പെടുത്തും. മനസ്സിലായില്ലേ? ഒരു സ്നേഹം ഉള്ളിൽ മുളയ്ക്കും. അപ്പോൾ പ്രാക്ടിക്കലായിട്ടൊരു മാഷുമാർ അതങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ആ മാഷുമാരാണ് വഴികാട്ടികൾ. മനസ്സിലായില്ലേ? മാഷുമാർ തന്നെയാണ് എന്നും വഴികാട്ടികൾ. ഇപ്പം ഈ മാഷുമാർ ചെയ്തൊരു നല്ലൊരു കാര്യം ഉണ്ടല്ലോ, ഇതുപോലെ മാഷുമാർ ചെയ്യണം. അല്ലാണ്ട് ബീച്ചിൽ പോയി ഹിൽ സ്റ്റേഷനിൽ അതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. ഇനി അവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സായിട്ട് പോവുക, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോവുക, അല്ലെങ്കിൽ ഇതിന് ശേഷം പോവുക. പക്ഷേ കൊല്ലത്തിൽ ഒരു ഭാഷയെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം. അതുപോലെ കുറേ ക്യാൻസർ സെൻറ്ററുകളിൽ പോകണം. അവിടെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവൻ്റെ വേദനകളൊക്കെ മനസ്സിലാക്കണം. എന്താണ് ജീവിതം, നമ്മുടെ എത്ര നന്മയുള്ള ജീവിതമാണ് ജീവിച്ചു, നമുക്ക് കൊടുക്കാൻ വസ്ത്രമുണ്ടോ, കഴിക്കാൻ ഭക്ഷണമുണ്ടോ, നമ്മുടെ എത്ര ഭാഗ്യശാലികളാണെന്നുള്ള തോന്നൽ നമുക്ക് വരണം. അല്ലാണ്ട് നമുക്കൊന്നുമില്ല, അവനുള്ളത് നമുക്കില്ല എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട് മാഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ ആ പിള്ളേർ, ആ കൊച്ചു ഹൃദയങ്ങൾക്കുള്ളിൽ, ആ കൊച്ചു മനസ്സുകൾക്കുള്ളിൽ നമ്മളിത് കാണിച്ചു കൊടുത്ത് നടക്കണം പ്രാക്ടിക്കലായിട്ടല്ലേ. അപ്പോ ഇന്നിപ്പോ ഓംലെറ്റും അച്ചാറും പപ്പടം ഇതിന്റെ കൂടെ. ഓക്കെ, അപ്പൊ നോക്കൂ, നല്ല കറിയാണ് കേട്ടോ. ഒരു ഉണക്കമീൻ കൂടെ ഉണ്ടെങ്കിൽ, ഉണക്കമീൻ ഉണ്ട്, വേണമെങ്കിൽ വേണമെങ്കിലല്ല, പിന്നെ മുട്ട വേണ്ട. മുട്ട വേണ്ടല്ലോ, അല്ല മുട്ട മതി. ഇനിയിപ്പോൾ ഉണക്കമീനൊന്നും വേണ്ട. ഏത് വേണേലും ചെയ്യാം, രണ്ടിനും ഒരേ പണിയുള്ളൂ. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇന്നലത്തെക്കാട്ടിലും ബെറ്റർ ഇന്നായിട്ട്, ഇന്നത്തെക്കാട്ടിലും ബെറ്റർ ഉറപ്പായിട്ടും നാളെയാവും. ഇത് ഞാൻ നിങ്ങൾക്ക് തന്ന വാക്കാണ്, അത് ഞാൻ പാലിച്ചു. അല്ലമ്മ? താങ്ക് യു. അപ്പൊ ഈ സാമ്പാർ നാളികേരം ചേർക്കാത്ത മുളകും മല്ലി മാത്രം അരച്ച് വെച്ച ഈ സാമ്പാർ, ഇതിൽ കായോ അങ്ങനെ ഒന്നുമില്ല. ഈ സാമ്പാർ ഒന്ന് വെച്ച് നോക്കൂ, എന്നിട്ട് പറയൂ ആ ചേച്ചി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഉറപ്പായിട്ട് പറയൂ. ശരിക്കും ഇവൻ പറഞ്ഞ ഇതിന് എന്താ ഇഷ്ടം, നല്ലതറിയോ? ഒന്നില്ലെങ്കിൽ പച്ചമീൻ വറുത്തത് ഏതെങ്കിലും, അല്ലെങ്കിൽ ഉണക്കമീൻ. ഓക്കെ. പിന്നെ ഇതിനൊപ്പം തന്നെ അമ്മയ്ക്ക് വേണ്ടി മനസ്സും കൊണ്ട് പ്രാർത്ഥിച്ച നമ്മുടെ ഈ കുടുംബാംഗങ്ങൾക്ക് ഒരു നന്ദി പറയാൻ അമ്മ മറന്നുപോയി. അത് ശരിയല്ലോ, അത് നന്ദി ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ എന്നെ 2 ദിവസം കാണാനിരുന്നപ്പോ എന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ കാലുവേദനയൊക്കെ മാറാൻ ഞങ്ങൾ പ്രയത്നിച്ച പോലെ നിർമ്മലമായ സ്നേഹം എന്ന് പറയുന്നത്, ആ സ്നേഹത്തിന് മുന്നിൽ ഞാൻ നിങ്ങൾക്ക് നമിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താ അറിയോ, നന്ദി പറഞ്ഞാൽ പറയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് സ്നേഹമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ചേച്ചിയെ ഒരു ദിവസം കാണാണ്ടിരിക്കുക,
2 ദിവസമൊന്നും കാണാണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ശരിക്കും എൻ്റെ മനസ്സിൽ തട്ടിയിട്ടാ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി